ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC CGL എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്റ്റുകളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓർക്കുക, നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം എത്രയാണോ ഡ്യൂറേഷൻ, ആ ടൈമിൽ പ്രോപ്പർലി ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹരേല ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഗ്രീനറി, പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് എൻവയോൺമെന്റൽ കൺസർവേഷൻ പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? അപ്പോൾ ഹരേല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഹരേല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഹരേല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ. അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹരേല ഉത്തരാഖണ്ഡിലാണ്. ഹരേലി ഫെസ്റ്റിവലോ? ഹരേല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഹരേലി ആണെങ്കിൽ അത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഹരേല ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡിലാണ്. ഹരേലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡിലാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഓർത്തിരിക്കുക, ഗൗര ഗൗരി പൂജ കേട്ടോ. ഗൗര ഗൗരി പൂജ, ഗൗര ഗൗരി പൂജ അത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഗൗര ഗൗരി പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാ? ഛത്തീസ്ഗഡിൽ. അങ്ങനെയാണെങ്കിലേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കൂടി എക്സാമിന് വരും: ഗരിയ പൂജ എവിടെയാണെന്ന്. ഗൗര ഗൗരി പൂജ ഛത്തീസ്ഗഡിലാണ്. ഗരിയ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ത്രിപുരയിലാണ്. 4 ഫെസ്റ്റിവൽസ് ഒരുമിച്ച് നമ്മൾ ഓർത്തിരിക്കുക. ഹരേലായ് ആണെങ്കിൽ എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡ്. ഗൗര ഗൗരി പൂജയാണെങ്കിൽ ഛത്തീസ്ഗഡ്. ഗരിയ പൂജയാണെങ്കിൽ ത്രിപുര. ഓക്കെ, അപ്പൊ ഹരേലായ് ആണെങ്കിൽ ഉത്തരാഖണ്ഡ്, ഹരേലി ആണെങ്കിൽ ഛത്തീസ്ഗഡ്. ഗൗര ഗൗരി പൂജയാണെങ്കിൽ ഛത്തീസ്ഗഡ്, ഗരിയ പൂജയാണെങ്കിലോ ത്രിപുര. ഓക്കെ, അപ്പൊ ഗരിയ പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ത്രിപുരയിലാണ്. ഒപ്പം ഓർത്തോളുക, ത്രിപുരയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫെസ്റ്റിവലാണ് കാർച്ചി പൂജ കേട്ടോ. കാർച്ചി പൂജയും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ത്രിപുരയിൽ. 14 ഗോഡ്സ്, 14 ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യുന്ന ത്രിപുരയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ കാർച്ചി പൂജയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗരിയ പൂജ ത്രിപുരയിലാണെന്നറിയാം. കാർച്ചി പൂജയും അതിന് കൂടുതൽ ഓർത്തോളുക, അതും ത്രിപുരയിലാണ്. 14 ഗോഡ്സിനെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇതെന്ന് പറയുന്നത് ഈ കാർച്ചി പൂജ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞു തരികയാണ്. ഹരേല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ, ബട്ട് ഹരേലി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. ഗൗര ഗൗരി പൂജ ഛത്തീസ്ഗഡിലാണ്. ഗരിയ പൂജ എന്ന് പറയുന്നത് ത്രിപുരയിലാണ്. ഗരിയ പൂജയുടെ കൂടെ ഓർത്തോളുക, കാർച്ചി പൂജയും ത്രിപുരയിലാണ്. കാർച്ചി പൂജ എന്ന് പറയുമ്പോൾ 14 ഗോഡ്സിനെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് കാർച്ചി പൂജ എന്ന് പറയുന്നത്. ഓക്കെ, ഹരേല ഉത്തരാഖണ്ഡിലാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ ഓർത്തോളുക, ഫൂൾ ദേയ് ഫെസ്റ്റിവലും എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഫൂൾ ദേയ് ഫെസ്റ്റിവലും എവിടെയാണെന്ന് ഓർക്കുക? ഉത്തരാഖണ്ഡിലാണെന്ന് ഓർക്കുക. ഓക്കെ, ഹരേല ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ തന്നെ ഫൂൾ ദേയ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഫാക്റ്റുകളെല്ലാം ഓർത്തോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്സ് ഓർ ട്രോഫീസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ്? അപ്പോൾ ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ CGL എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ട്രോഫി അല്ലെങ്കിൽ കപ്പ് ഏതാണ്? അതിന് ആൻസർ ഏതാണ്? ഡ്യൂറൻഡ് കപ്പ് അല്ലേ? അപ്പൊ ഡ്യൂറൻഡ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ? ഡ്യൂറൻഡ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് നോട്ട് ചെയ്തോളുക, റോവേഴ്സ് കപ്പ്. ഓക്കെ, റോവേഴ്സ് കപ്പ്, അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി. ഓക്കെ, റോവേഴ്സ് കപ്പ്, സന്തോഷ് ട്രോഫി. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡ്യൂറൻഡ് കപ്പ്. ഓക്കെ,
റോവേഴ്സ് കപ്പ്, സന്തോഷ് ട്രോഫി, ഡ്യൂറന്റ് കപ്പ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ റോവേഴ്സ് കപ്പ്, സന്തോഷ് ട്രോഫി, ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് ഗെയിമാണ്? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഉസ്താദ് വിലായത്ത് അലി ഖാൻ ഈസ് എ മാസ്ട്രോ ഇൻ. അപ്പോൾ ഉസ്താദ് വിലായത്ത് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നമുക്കറിയാം ഏകദേശം 2021 ശേഷം നടന്നിട്ടുള്ള എക്സാമുകളിൽ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റീവ് ഫാക്റ്റുകളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉസ്താദ് വിലായത്ത് ഖാൻ. ഉസ്താദ് വിലായത്ത് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഉസ്താദ് വിലായത്ത് ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർക്കുക. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999 ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഓക്കെ, ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും അതിനും ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ തന്നെയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും അതിന് ആൻസറും പണ്ഡിറ്റ് രവിശങ്കർ തന്നെയാണ്. കഴിഞ്ഞില്ല, പണ്ഡിറ്റ് രവിശങ്കറിനെ ബേസ് ചെയ്ത് എഗെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണെന്ന്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവാണ് അലാവുദ്ദീൻ ഖാൻ. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖാൻ ആണ് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു എന്ന് പറയുന്നത്. എഗെയിൻ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതേതാണ്? മൈ ലൈഫ് മൈ മ്യൂസിക്. ഓക്കെ, മൈ ലൈഫ് മൈ മ്യൂസിക് എന്നുള്ളതാണ് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന 4 പോയിന്റ്സുകളെ ഒരിക്കൽ കൂടി പറഞ്ഞു തരട്ടെ. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999 ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവാണ് അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്നത്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് പേരുകൾ, ഒരു 2 to 3 പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പണ്ഡിറ്റ് രവിശങ്കറും വിലായത്ത് അലി ഖാനും നിങ്ങൾക്ക് അറിയാം സിത്താറാണെന്ന്. അതുപോലെ തന്നെ നിഖിൽ ബാനർജി, ഓക്കെ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി. ഓക്കെ, നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി ഇവരൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി ഇവരും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറ്. ഓർത്തോളുക, ഡയറക്ട്ലി പേര് തന്നിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്നായിരിക്കും ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓർത്തിരിക്കാമല്ലോ. 4th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? എ ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ് ഈസ് ഇൻ ഡാഷ് മോഷൻ. അവർ ജാവലിൻ ഒരു അത്ലറ്റ് ത്രോൺ ചെയ്യുന്നു. അത് ഏത് മോഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കർവിലീനിയർ മോഷനിലാണ്. എ ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ് ഈസ് ഇൻ കർവിലീനിയർ മോഷൻ എന്ന് ഓർക്കുക. ഓക്കെ, എ ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ് ഈസ് ഇൻ കർവിലീനിയർ മോഷൻ.
ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെയാണ് തബല മാസ്ട്രോ ബിക്രം ഘോഷ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ പഠിക്കുകയാണ് ബിക്രം ഘോഷ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വാസ് awarded with which of the following awards in 2023 in the contemporary category? ഓക്കെ, അപ്പൊ 2023 ബിക്രം ഘോഷിന് അല്ലെങ്കിൽ തബല പ്ലെയർ ആയിട്ടുള്ള ബിക്രം ഘോഷിന് 2023 ലഭിക്കുന്ന അവാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സംഗീത നാടക അക്കാദമി അവാർഡാണ്. ഏത് അവാർഡാണ്? സംഗീത നാടക അക്കാദമി അവാർഡാണ് ലഭിക്കുന്നത്. ബിക്രം ഘോഷിന് 2023 ലഭിക്കുന്ന അവാർഡ് ഒന്ന് നോട്ട് ചെയ്തോളുക, സംഗീത നാടക അക്കാദമി അവാർഡ്. ബിക്രം ഘോഷ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം തബലയുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഉസ്താദ് അല്ലാരഖ തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് അല്ലാരഖയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? സക്കീർ. വൺ സെക്കൻഡ്. അപ്പോൾ ഉസ്താദ് അല്ലാരഖ തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് അല്ലാരഖയുടെ മകനാണ് ആരെന്ന് പറയുന്നത്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. സക്കീർ ഹുസൈനും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, ഒരു 5 പേരുകൾ പഠിക്കാമേ. പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ, അനോഖ്ലാൽ മിശ്ര. ഓക്കെ, ഉസ്താദ് അല്ലാരഖയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ, അനോഖ്ലാൽ മിശ്ര ഇവരൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആരൊക്കെയാണ്? ഉസ്താദ് അല്ലാരഖയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ, അനോഖ്ലാൽ മിശ്ര ഇവരൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആരൊക്കെയാണ്? ഉസ്താദ് അല്ലാരഖയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ, അനോഖ്ലാൽ മിശ്ര എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തബലയുമായിട്ട് റിലേറ്റ് ചെയ്ത ബിക്രം ഘോഷിന് 2023 ലഭിക്കുന്ന സംഗീത നാടക അക്കാദമി അവാർഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ചാത് പൂജ ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ചാത് പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാറിലാണ്. ഓക്കെ, ചാത് പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതിന് ആൻസർ ബീഹാറിലാണ്. ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ. ഓക്കെ, ചാത് പൂജ ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ. ഇങ്ങനെ തന്നെ ഒരു തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ചാത് പൂജ സെലിബ്രേറ്റഡ് ടു. അപ്പൊ ചാത് പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാറിലാണ്. ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നപ്പോൾ ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ എന്നും ആൻസർ കണ്ടിട്ടുണ്ട്, ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് സൂര്യദേവ് എന്നും ആൻസർ കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നല്ലേ, ആൻസർ എഴുതാൻ പറ്റൂലേ? അപ്പൊ ചാത് പൂജ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്നത് ബീഹാറിൽ. ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ, അല്ലെങ്കിൽ എന്ത് പറയാം? ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ അല്ലെങ്കിൽ സൂര്യദേവ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഇനി എന്ന് പറയുന്നത് ഈ ചാത് പൂജ ഉണ്ടല്ലോ, ചാത് പൂജ ഈസ് ഓൾസോ നോൺ ആസ് ദളപൂജ. ഓക്കെ, ചാത് പൂജ ഈസ് ഓൾസോ നോൺ ആസ് ദളപൂജ. ദളപൂജ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചാത് പൂജയാണ്. ചാത് പൂജ ഈസ് ഓൾസോ നോൺ ആസ് ദളപൂജ. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 2 തവണ ചാത് പൂജ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ മന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഒന്നെന്ന് പറയുന്നത് ചൈത്ര മന്തിലും ഒന്നെന്ന് പറയുന്നത് കാർത്തിക് മന്തിലും. ഓക്കെ, 1 സെക്കൻഡേ. ഓക്കെ, അപ്പോൾ ചാത് പൂജ എന്ന് പറയുന്നത് ഒരു വർഷം 2 തവണ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ചൈത്ര മന്തിലും കാർത്തിക് മന്തിലും. അറിയുക, ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ
നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ ആണ് കേട്ടോ. ചൈത്രമാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിൽ മാർച്ച് ഏപ്രിലും കാർത്തിക് മന്ത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിൽ ഒക്ടോബർ നവംബറുമാണ്. ചൈത്രമാസം എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിലും കാർത്തിക് മന്ത് എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബറുമാണ്. ഓക്കെ, അപ്പോൾ ചാത് പൂജ മെയിൻലി സെലിബ്രേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. ചാത് പൂജ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ. ചാത് പൂജ ഈസ് ഓൾസോ നോൺ ആസ് ദള പൂജ. ചാത് പൂജ ഒരു വർഷം തന്നെ 2 തവണ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ചൈത്ര മന്തിലും കാർത്തിക് മന്തിലും. ചൈത്ര മന്ത് എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിലും കാർത്തിക് മന്ത് എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബറുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following numbers best describe the number of white pieces used in chess? ചെസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ വൈറ്റ് പീസസ് എത്രയാണ്? അതിന് ആൻസർ എത്രയാണ്? 16 ആണ്. എത്രയാണ്? 16 ആണ്. ഓക്കെ, അപ്പം ആ 16ലെ 8 എന്ന് പറയുന്നത് എന്താണ്? 8 വൈറ്റ് പോൺസ് ആണ് അല്ലേ? 8 വൈറ്റ് പോൺസ്. 2 എന്താണ്? 2 റൂക്സ്, 2 നൈറ്റ്സ്, 2 ബിഷപ്സ്, 1 കിങ്, 1 ക്യൂൻ. ആയില്ലേ? 16 പീസ് ആയില്ലേ? 8 വൈറ്റ് പോൺസ്, 2 റൂക്സ്, 2 നൈറ്റ്സ്, 2 ബിഷപ്സ്, 1 കിങ് ആൻഡ് 1 ക്യൂൻ. ഓക്കെ, അപ്പോൾ അത് അത്രയൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം ഇതിന് ആൻസർ 16 ആണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചെസ്സില്ലേ, ചെസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻസർ എത്രയാണ്? 64. ഓക്കെ, ചെസ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എത്രയാണ്? 64. ഇനി വൈറ്റ് സ്ക്വയേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ പകുതി എത്രയാ? 32 ആണെന്ന് എഴുതാം. ഇനി ഈ ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 2024 തന്നെ നടന്ന ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിഷപ്പ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നമുക്കറിയാം, ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞു. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഫയൽസ് ആൻഡ് റാങ്ക്സ്. ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറയുന്ന ടൈം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. റാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസും, ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസും ആണ്. ഓക്കെ, ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറയുന്ന ടൈം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. റാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസും, ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്തുമാണ്? കോളംസും ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ചെക്ക് മേറ്റ് എന്ന് പറയുന്ന ടേമും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഒരു കാര്യം ഇവിടെ ഓർത്തുകൊള്ളുക, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോം ചെയ്യുന്നത് അത് 1951-ലാണ്. ഓക്കെ, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം എന്താണ്? 1951-ലാണ്. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയണം, അത് ചെന്നൈയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫയൽസ് ആൻഡ് റാങ്ക്സ് എന്ന് പറയുന്ന ടൈം ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. റാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസും, ഫയൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോളംസും ആണ്. ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ടൈമും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ഫോം ചെയ്ത വർഷം അത് 1951-ലാണ്. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചെന്നൈയിലാണ്. ഓക്കെ, 64 എന്ന് പറയുന്നത് ചെസ് ബോർഡിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 64. ഈ 64 എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഓർക്കാം. പാടലിപുത്ര എന്ന് പറയുന്ന സിറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ എത്രയാണ്? 64 ആണ്. അതിനും ആൻസർ എത്രയാണ്? 64 ആണ്. ഓർത്തിരിക്കാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സാങ്കൻ is a festival celebrated in Arunachal Pradesh by people of which of the following religion? അപ്പോൾ സാങ്കൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. സാങ്കൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ സാങ്കൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. 1 സെക്കൻഡ്. ഇത് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം ആണ്. ഓക്കെ, അപ്പോൾ സാങ്കൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം. അതുപോലെ തന്നെ സൊലങ് ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. ഡ്രീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്.
അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് മോപ്പിൻ ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. പഠിച്ചോളുക, സാങ്കൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സൊലങ് ഫെസ്റ്റിവലും അരുണാചൽ പ്രദേശിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഡ്രീ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ പറഞ്ഞു മോപ്പിൻ ഫെസ്റ്റിവൽ. കണക്ട് ചെയ്ത് നോട്ട് ചെയ്തോളുക. മോപ്പിൻ ഫെസ്റ്റിവൽ ഏത് ട്രൈബൽ ഗ്രൂപ്പാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ഗാലോ ട്രൈബ് ആണ്. ഏതാണ്? ഗാലോ ട്രൈബ്. പിന്നീട് ഓർക്കുക ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. എന്താണ്? ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ നിഷി ട്രൈബ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സാങ്കൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ. ഏത് റിലീജിയൻ ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം ആണ്. സൊലങ് ഫെസ്റ്റിവലും എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഡ്രീ ഫെസ്റ്റിവൽ, മോപ്പിൻ ഫെസ്റ്റിവൽ, ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ. ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിഷി ട്രൈബ് ആണ്. മോപ്പിൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗാലോ ട്രൈബ്സും ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ദി നൃത്യഗ്രാം ആൻ ഒഡീസി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റഡ്. അപ്പം നൃത്യഗ്രാം എന്ന് പറയുന്ന ഒരു ഒഡീസി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? നൃത്യഗ്രാം എന്ന് പറയുന്ന ഒഡീസി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഒഡീസി ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒഡീഷയാണ് ചിലപ്പോൾ വിചാരിച്ചേക്കാം. പക്ഷെ എന്ത് ഓപ്ഷനിലില്ല, ഒഡീഷ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ പോകില്ല. അപ്പം നൃത്യഗ്രാം എന്ന് പറയുന്ന ഒഡീസി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടകയിലാണ്. ഓക്കെ, നൃത്യഗ്രാം എന്ന് പറയുന്ന ഒഡീസി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? കർണാടകയിലാണ്. ഒപ്പം ഓർത്തോളുക, ഈ ഒഡീസി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? കേളുചരൺ മോഹപാത്ര എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ കേളുചരൺ മോഹപാത്ര ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഏത് ഡാൻസ് ആണ്? ഒഡീസി ഡാൻസ് ആണ്. ഓക്കെ, കേളുചരൺ മോഹപാത്ര ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഒഡീസി ഡാൻസ് ആണ്. ഇവിടെ നിന്നുണ്ടല്ലോ ഈ കേളുചരൺ മോഹപാത്രയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡും പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓർക്കുക, ഒഡീസി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? കേളുചരൺ മോഹപാത്ര എന്ന് പറയുന്നത്. കേളുചരൺ മോഹപാത്രയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം. ആ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്മസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ പേഴ്സൺ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ഭാരതരത്ന ലഭിക്കുന്നത് ഈ സെയിം വർഷം തന്നെയാണ്. എന്നാണ്? 1966. ആ പോയിന്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണ്? 1966. അപ്പോൾ ഒഡീസി ഡാൻസർ ആണ് കേളുചരൺ മോഹപാത്ര. കേളുചരൺ മോഹപാത്രയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം 1966. പത്മശ്രീ ലഭിക്കുന്ന വർഷം അത് 1974. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1988. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 2000 ഓക്കെ. അപ്പോൾ കേളുചരൺ മോഹപാത്രയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് 1966, പത്മശ്രീ ആണെങ്കിൽ 1974, പത്മഭൂഷൺ ആണെങ്കിൽ 1988, പത്മവിഭൂഷൺ ആണെങ്കിൽ 2000. ഓർത്തിരിക്കാമല്ലോ? ഓക്കെ. അടുത്തെന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ദി താൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ്. താൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, താൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ്. ഓർത്തോളുക, താൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് മധ്യപ്രദേശിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോളിയോറിലാണ്. എവിടെയാണ്? ഗോളിയോറിൽ. ഈ ഗോളിയോർ എന്ന് പറയുന്ന സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു പോയിന്റും കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരുന്നോളുക. നമുക്കറിയാം നമ്മുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലോട്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഏത് സിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്? ഗോളിയോറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലോട്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഏത് സിറ്റി ആഡ് ചെയ്തു? ഗോളിയോറിനെ ആഡ് ചെയ്തെന്ന് ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് താൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്ന മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ്. അതിൽ മധ്യപ്രദേശിൽ എവിടെയാണ് ഈ ഫെസ്റ്റിവൽ പെർഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോളിയോറിലാണ്.
ഓർക്കുക, മ്യൂസിക്കിന് വേണ്ടിയിട്ട് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലോട്ട് ഗോളിയോർ സിറ്റിയെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. At which Olympics did Gagan Narang win a bronze medal? അപ്പോൾ ഗഗൻ നരാങ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഗഗൻ നരാങ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ, ഓക്കെ, 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഗഗൻ നരാങ്ങിന് ബ്രോൺസ് മെഡൽ വിൻ ചെയ്യുന്നത്. അപ്പോൾ ഗഗൻ നരാങ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അതിന് ആൻസർ ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഗഗൻ നരാങ്ങിന് എന്ത് ലഭിക്കുന്നത്? ബ്രോൺസ് മെഡൽ ലഭിക്കുന്നത് കൂടി ഓർത്തിരുന്നോളുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അലാരിപ്പ് ഈസ് എ ഡാൻസ് പീസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ? അപ്പോൾ അലാരിപ്പ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അലാരിപ്പ് എന്ന് പറയുന്നത് എ ഡാൻസ് പീസ് ഫ്രം എന്തിന്നുള്ളതാണ്? ഭരതനാട്യത്തിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അലാരിപ്പിന്റെ കൂടെ അലാരിപ്പ്, ജതിസ്വരം, വർണ്ണം ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളുക. ഓക്കെ, അലാരിപ്പ്, ജതിസ്വരം, വർണ്ണം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഓർത്തിരുന്നോളുക. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓർത്തോളുക, ഈ ഭരതനാട്യം ഡാൻസ് ഫോമിനെ തന്നെയാണ് സാതിർ ആട്ടം എന്നറിയപ്പെടുന്നത്. കേട്ടോ, ഭരതനാട്യം ഡാൻസ് ഫോമിനെ തന്നെയാണ് സാതിർ ആട്ടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകഹാര്യ, കേട്ടോ, സാതിർ ആട്ടം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം ഡാൻസ് ഫോമിനെയാണ്. അതുപോലെ തന്നെ ഏകഹാര്യ എന്നറിയപ്പെടുന്നതും ആരെയാണ്? ഏത് ഡാൻസിനെയാണ്? ഭരതനാട്യം ഡാൻസിനെയാണ്. സാതിർ ആട്ടം എന്നും ഏകഹാര്യ എന്നും അറിയപ്പെടുന്നത് ഏത് ഡാൻസ് ഫോമിനെയാണ്? ഭരതനാട്യം ഡാൻസ് ഫോമിനെയാണ്. കഴിഞ്ഞില്ല, ഈ ഭരതനാട്യം ഡാൻസ് ഫോം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നാട്ടുവനാർ എന്നായിരുന്നു. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഭരതനാട്യം ഗുരുക്കന്മാരെ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? നാട്ടുവനാർസ് എന്നായിരുന്നു. അപ്പൊ അലാരിപ്പ്, ജതിസ്വരം, വർണ്ണം ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഭരതനാട്യം ഡാൻസ് ഫോമിനെയാണ് സാതിറാട്ടം എന്നും ഏകഹാരി എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നത്. ഈ ഭരതനാട്യം ഡാൻസ് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നാട്ടുവനാർസ് എന്നുള്ളത്. ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ മേജർ റിലീജിയസ് തീം എന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഷൈവിസമാണ്. എന്താണ്? ഷൈവിസമാണ്. ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ മേജർ തീം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഷൈവിസമാണ്. ഓർത്തിരിക്കാലോ? ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് സ്റ്റൈല് പറയുവാണെങ്കിൽ പാടനല്ലൂർ സ്റ്റൈല്, വഴവൂർ സ്റ്റൈല്, കലാക്ഷേത്ര സ്റ്റൈല്, ഓക്കെ, പാടനല്ലൂർ സ്റ്റൈല്, വഴവൂർ സ്റ്റൈല്, കലാക്ഷേത്ര സ്റ്റൈല്, മേലാട്ടൂർ സ്റ്റൈല്. ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓർത്തിരിക്കാലോ? പാടനല്ലൂർ, വഴവൂർ, കലാക്ഷേത്ര, മേലാട്ടൂർ സ്റ്റൈല് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വിച്ച് സിറ്റി ഓഫ് ആസാം ഈസ് ദി ടീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് എവറി ഇയർ? എല്ലാ വർഷവും ടീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലെ ഏത് സിറ്റിയിലാണ്? അപ്പോൾ ടീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലെ ഏത് സിറ്റിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജോർഹറ്റിലാണ്. ഓക്കെ. ടീ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലെ ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജോർഹറ്റിലാണ്. ഓർത്തോളുക, മേഡം മേഫി ഫെസ്റ്റിവൽ. ഓക്കെ. മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ആസാമിലാണ്. മേഡം മേഫി ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് തായ് അഹോം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. മേഡം മേഫി ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? അത് തായ് അഹോം കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ പല ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നതും ആസാമിലാണ്. ആസാമിലെ കാമക്യ ടെമ്പിളിലാണ് അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
മജുലി ഫെസ്റ്റിവൽ. കേട്ടോ, മജുലി ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആസാമില്. മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നവംബർ മന്തിലാണ്. ഓക്കെ, അപ്പൊ മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആസാമില്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് അറിയണം. തായ് അഹോം കമ്മ്യൂണിറ്റിയാണ്. അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ആസാമിലാണ്. മജുലി ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിൽ തന്നെ. മജുലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ നവംബർ മന്തിലാണ്. ഓക്കെ, റോങ്കർ ഫെസ്റ്റിവൽ. കേട്ടോ, റോങ്കർ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ആസാമിലാണ്. റോങ്കർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കാർബിസ് ട്രൈബ് ആണ്. കേട്ടോ, നോട്ട് ചെയ്യണേ, കാർബിസ് ട്രൈബ്. ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നു. ടീ ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജോർഹറ്റില്. മേഡം മേഫി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ തായ് അഹോം കമ്മ്യൂണിറ്റി. അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലാണ്. അംബുബാച്ചി മേള സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? അത് ആസാമിലാണ്. മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് അംബുബാച്ചി മേളയാണ്. മജുലി ഫെസ്റ്റിവൽ ഏത് മന്ത് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ നവംബർ മന്തിലാണ്. റോങ്കർ ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കാർബിസ് ട്രൈബ് ആണ്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റായ്ഗഡ് ഘരാന ഈസ് അസോസിയേറ്റഡ് വിത്ത്. റായ്ഗഡ് ഘരാന ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, റായ്ഗഡ് ഘരാന ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കഥക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഥക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. കഥക് ഡാൻസ് ഫോമിന്റെ മേജർ തീം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് കൃഷ്ണ ആൻഡ് രാധ. ഓക്കെ, കഥക് ഡാൻസ് ഫോമിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് കൃഷ്ണ ആൻഡ് രാധ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കഥക് വളരെയധികം പോപ്പുലറൈസ്ഡ് ആയിട്ട് മാറുന്നത് ഏത് ടൈം പീരീഡിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് മുഗൾസിന്റെ ടൈം പീരീഡിലാണ്. കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസിനെയൊക്കെ കുറേ പേരുടെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓർക്കുക, റായ്ഗഡ് ഘരാന ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ കഥക് ഡാൻസ് ആണ്. കഥക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. കഥക് ഡാൻസ് ഫോമിന്റെ മേജർ തീം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് കൃഷ്ണ ആൻഡ് രാധ. കഥക് പോപ്പുലറൈസ് ആവുന്നത് ആരുടെ ടൈം പീരീഡിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മുഗൾസിന്റെ ടൈം പീരീഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വെൻ വാസ് ദി സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച്ഡ്? സ്മാർട്ട് സിറ്റി മിഷൻസ് ലോഞ്ച് ചെയ്തത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 2015ലാണ്. ഓക്കെ, സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്യുന്നത് ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്നാണ്? 2015ലാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 2015ലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ 15 ക്വസ്റ്റ്യൻസേ പഠിച്ചുള്ളെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സുകളും നമ്മുടെ SSCയുടെ പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫാക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഫാക്റ്റുകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.